നമ്മൾ ഇതുവരെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് MPCS in Japan, industrial cooperatives in China, colcoses in USSR, collective farms, marketing cooperatives in USA, consumer societies in Sweden. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൊഡ്യൂളിലെ ലാസ്റ്റുള്ള ഭാഗമായിട്ടുള്ള കൺസ്യൂമർ സൊസൈറ്റീസ് ഇൻ സ്വീഡനിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ്സ് മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചു. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അവിടുത്തെ ലേബർ കോളനീസ്, ലേബർ എക്സ്ചേഞ്ച്, ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞു. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് ജർമ്മനിയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഡയറി ആൻഡ് പോൾട്രി കോപ്പറേറ്റീവ്സ് ആണ് ഡെൻമാർക്കിന്റെ ചരിത്രം പറഞ്ഞു. ജപ്പാനിലെ ചരിത്രം മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇന്ന് ചൈനയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കളക്റ്റീവ് ഫാംസ് ആണ് USSRലുള്ളതെന്ന് പറഞ്ഞു. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ് USL എന്ന് പറഞ്ഞു. കൺസ്യൂമർ സൊസൈറ്റീസ് സ്വീഡനിലാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എന്താണ് കൺസ്യൂമർ സൊസൈറ്റീസിന്റെ പ്രത്യേകത? കൺസ്യൂമർ സൊസൈറ്റീസിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് എന്ത് പ്രത്യേകതകളാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനുള്ളത്? കൺസ്യൂമർ ഹോൾസെയിൽ കോപ്പറേറ്റീവ് യൂണിയൻ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്, ഇതോടൊപ്പം തന്നെ നെതർലാൻഡിലെ കോപ്പറേറ്റീവ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ച് നോക്കുക. കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾസ് മൂവ്മെന്റ് ആയിരുന്നു ഇംഗ്ലണ്ട്, അതേപോലെ ജർമ്മനി, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയും. അവിടെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരംഭിക്കാൻ കാരണം ക്രെഡിറ്റ് ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിന്റെ അടുത്ത് നിന്ന് ക്രെഡിറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ, ക്രെഡിറ്റ് ലഭ്യമല്ലാത്ത അവസ്ഥക്ക് പരിഹാരം എന്നുള്ളതിലേക്കാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആളുകളൊക്കെ ആരംഭിച്ചത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും അതിന്റെ സപ്ലൈയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർത്താണ് അഗ്രികൾച്ചറൽ ഫാമിംഗ് സൊസൈറ്റീസും അതിന്റെ ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്ന സൊസൈറ്റീസും ഒക്കെ ആരംഭിച്ചത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നിടത്താണ് ലേബർ കോളനീസ് പോലുള്ള, ലേബർ എക്സ്ചേഞ്ച് പോലുള്ള കോപ്പറേറ്റീവ്സ് ആരംഭിച്ചത് ഇംഗ്ലണ്ടിലൊക്കെയുള്ള. ലാൻഡിന് അല്ലെങ്കിൽ ലാൻഡിന്റെ വില വർദ്ധിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ഒരു വീടുണ്ടാക്കുക എന്നുള്ളതിനുള്ള സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്ന ആളുകൾക്ക് അതിന്റെ ലാൻഡിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്നുള്ളവർക്കാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഒക്കെ രംഗത്ത് വന്നത്. അതേപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ഒരു ചരിത്രമുണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് വരുന്നത് പ്രോബ്ലം ഓഫ് മേക്കിംഗ് പർച്ചേസ് ആൻഡ് കൺസപ്ഷൻ, അതായത് സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ, ഒരു അർബൻ ഏരിയയിലോ സെമി അർബൻ ഏരിയയിലൊക്കെ ഉള്ള ആളുകൾക്ക്, വേജ് ഏണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ഒന്നുകിൽ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള പ്രൈസ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായി. പ്രൈവറ്റ് ട്രേഡേഴ്സ് അവരുടെ സ്വന്തം നിലക്ക് ബാർഗൈനിങ് പവർ കൂട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അസോസിയേഷൻ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൺസ്യൂമേഴ്സ് ചിന്തിച്ചു നീഡ് ഫോർ അസോസിയേഷൻ, അവർക്കൊരു അസോസിയേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് കൺസ്യൂമേഴ്സ്, ഹൗസ് ഹോൾഡ്സും ചിന്തിച്ചു. അവരുടെ നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ലോവസ്റ്റ് പ്രൈസിൽ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് രൂപം കൊള്ളുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ളവർക്കാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് മുന്നോട്ട് വന്നതെന്ന് പറയുന്നത്. എന്നാൽ സ്വീഡിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യം, സ്വീഡൻ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ വെരി സ്മോൾ കൺട്രിയാണ്. അത് occupy great position in cooperative movement. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ മൂവ്മെന്റിൽ ഒരു പ്രഥമ സ്ഥാനം അവയ്ക്കുണ്ട്. അതിന്റെ ലീഡറായിട്ട് അറിയപ്പെടുന്നത് എൽഡിൻ എന്ന ആളാണ്.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ സ്വീഡൻ എന്ന് പറയുന്നത്. സ്വീഡിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് എൽഡിനെയാണ്. അത് അയാളുടെ വിശ്വാസം കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ the firm belief that the real capital of cooperative movement is loyal members. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് കോപ്പറേറ്റീവ് മൂവ്മെന്റിലെ കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ് ആണ്, ലോയൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് കോപ്പറേറ്റീവ്സിന്റെ ക്യാപിറ്റൽ എന്നാണ്. അത് തന്നെയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ പ്രത്യേകത. കൺസ്യൂമർ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ മെമ്പേഴ്സ് ആണ്, അതിന്റെ ലോയൽ മെമ്പേഴ്സ് ആണ് അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് സ്വീഡിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രത്യേകത. കോപ്പറേറ്റീവ് അതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അതിന്റെ കോപ്പറേറ്റീവ്സിന്റെ ക്യാപിറ്റലായി വർക്ക് ചെയ്യുന്നത്. പറഞ്ഞു എങ്ങനെയാണ് സ്വീഡിഷ് കോപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ കാരണം? പ്രോബ്ലം ഓഫ് മേക്കിംഗ് പർച്ചേസ് ഓഫ് കൺസപ്ഷൻ വേജ് ഏർണേഴ്സിന്റെ കാര്യത്തിൽ അവർക്ക് അർബൻ എന്നോ സെമി അർബൻ ഏരിയ എന്നുള്ള വ്യത്യാസമില്ലാതെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു. ആ പ്രോബ്ലം ഓഫ് മേക്കിംഗ് പർച്ചേസ് ഫോർ കൺസപ്ഷൻ എന്നുള്ളത് പ്രശ്നം അല്ലെ, പർച്ചേസിൽ ഉണ്ടാകുന്ന കൺസപ്ഷന് വേണ്ടിയുള്ള പർച്ചേസിൽ ഹൗസ്ഹോൾഡിന് എക്സോർബിറ്റന്റ് പൈസ കൊടുക്കേണ്ടി വരിക. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ നെസറി ആയിട്ടുള്ള ഐറ്റംസ് ലഭിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അസോസിയേഷൻ ഫോം ചെയ്യുകയുണ്ടായി. ഈ അസോസിയേഷൻസ് ആണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആയിട്ട് മാറിയത്. ഈ അസോസിയേഷന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുന്നു. എന്തൊക്കെയാണ് ഈ അസോസിയേഷന്റെ ഫീച്ചേഴ്സ്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എനിബഡി മേ ബിക്കം എ മെമ്പർ ബൈ പർച്ചേസിങ് വൺ ഷെയർ. ആർക്കും എന്ത് ചെയ്യാം? ബിക്കം എ മെമ്പർ ബൈ പർച്ചേസിങ് വൺ ഷെയർ. ഒരു ഷെയർ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതൊരു മെമ്പർ ആവാം. രണ്ടാമത്തെ, പീപ്പിൾ ഡു നോട്ട് പേ ഷെയർ ക്യാപിറ്റൽ ഇൻ ക്യാഷ്. പീപ്പിൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്തില്ല? ഷെയർ ക്യാപിറ്റൽ ക്യാഷ് ആയിട്ട് പേ ചെയ്തിരുന്നില്ല എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സൊസൈറ്റീസ് ഡു നോട്ട് പേ ഡിവിഡൻഡ് പേ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ദേ പേ ഒരു സ്മോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? പേ ചെയ്യാണ് ചെയ്തിരുന്നത്. ഇൻ സ്മോൾ സ്റ്റോർസ് ദ സുപ്രീം അതോറിറ്റി ഇൻ ജനറൽ ബോഡിയിലാണ് എന്ത്? സുപ്രീം അതോറിറ്റി ഉണ്ടായിരുന്നത്. സുപ്രീം അതോറിറ്റി ഈസ് ദി ജനറൽ ബോഡി ആയിരുന്നു. ജനറൽ ബോഡി തീരുമാനിക്കണം. അത് കോപ്പറേറ്റീവ്സിന്റെ ഒക്കെ പ്രത്യേകതയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സുപ്രീം അതോറിറ്റി എന്നുള്ളത് ജനറൽ ബോഡി ആയിരിക്കും. മറ്റുള്ളതിലൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ പാർട്ണർഷിപ്പിലൊക്കെ ആണ് പാർട്ണേഴ്സ് ഒക്കെ ആയിരിക്കും അതിന്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ജനറൽ ബോഡിയാണ് എന്ത്? സുപ്രീം അതോറിറ്റി. ദെൻ ലാർജർ സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നു? സോൺസ് ക്രിയേറ്റ് ചെയ്യും. സൊസൈറ്റി ഡു നോട്ട് മേക്ക് എനി ക്രെഡിറ്റ് സെയിൽ. സൊസൈറ്റീസ് എന്ത് ചെയ്തിരുന്നില്ല? ക്രെഡിറ്റ് സെയിൽ നടത്താറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫോളോ ആക്റ്റീവ് പ്രൈസ് പോളിസി. ഒരു ആക്റ്റീവ് പ്രൈസ് പോളിസി ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഇത്രയാണ് നമ്മുടെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഹോൾസെയിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ പ്രത്യേകത? കോപ്പറേറ്റീവ് ഫോർബുണ്ടന്റ് എന്ന് പറയുന്നത് KF എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റിയാണ് KF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1899 ആണ്. അതൊരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് പ്രൈമറി കോപ്പറേറ്റീവ്സിന്റെ അതുപോലെ ഒരു പബ്ലിസിറ്റി മീഡിയം ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇവയ്ക്ക് വേണ്ടി മാഗസിൻസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് ഇതിന്റെ പ്രൊപ്പഗണ്ട ഒക്കെ ഏറ്റെടുത്ത് ചെയ്തിരുന്നത് KF ആയിരുന്നു. അതുപോലെ തന്നെ KF 1904 സ്റ്റാർട്ടഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ടു ദി പ്രൈമറി കോപ്പറേറ്റീവ് സ്റ്റോർസ്. പ്രൈമറി കോപ്പറേറ്റീവ് സ്റ്റോഴ്സിനുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ ആരംഭിച്ചു? ഈ KF ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഹോൾസെയിൽ സൊസൈറ്റി ആയിട്ട് നാഷണൽ ലെവലിൽ ഫുൾ ഫ്ലഡ്ജഡ് ഹോൾസെയിൽ സൊസൈറ്റി ആയിട്ട് വളർന്നു വന്നു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോമിലാണ്. ഇന്ന് അത് ഹോൾസെയിൽ സൊസൈറ്റിയായി ഒരു നാഷണൽ ലെവൽ ഹോൾസെയിൽ സൊസൈറ്റിയായി വളർച്ച പ്രാപിച്ചിട്ടുണ്ടായി. 1999 തുടങ്ങുന്നത് ഒരു അഡ്വൈസറി ബോഡി എന്നുള്ളത് തുടങ്ങി. ദെൻ അത് പിന്നീട് എന്തായി? അതിന് പബ്ലിസിറ്റിക്കൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു അഡ്വൈസറി ബോഡി എന്നുള്ളതൊക്കെയാണ് അവർ വർക്ക് ചെയ്തത്. പിന്നീട് അവർ സപ്ലൈ ഓഫ് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി പ്രൈമറി സ്റ്റോറിന്.
പിന്നീട് അവർ ഹോൾസെയിൽ സൊസൈറ്റി ആയി നാഷണൽ ലെവലിൽ മാറുകയുണ്ടായി. അതിന് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായി. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് കമ്മിറ്റി ഇൻ റീജിയണൽ വെയർഹൗസ്. റീജിയണൽ വെയർഹൗസുകളിൽ എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ 22 പ്ലേസസ് ത്രൂ ഔട്ട് ദി കൺട്രി എന്തുണ്ടായിരുന്നു? അത്തരത്തിലുള്ള റീജിയണൽ വെയർഹൗസുകൾ സ്ഥാപിച്ചു. ഇത് വളർച്ചയുടെ ഘട്ടമാണ്. അവരുടെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയാണ് പറയുന്നത്. KFന്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയാണ് ഇവിടെ പറയുന്നത്. KF ഇപ്പോൾ റണ്ണിങ് 50 ഫാക്ടറീസ് അവരിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 50ഓളം ഫാക്ടറികൾ അവർ സ്വന്തമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അത് തന്നെ വെച്ച് അവരുടെ 50 ഫാക്ടറിയിൽ അവർ നമ്പർ ഓഫ് ഗുഡ്സ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്താൻ തുടങ്ങി ഈ ഫാക്ടറികളിലൂടെ. അത് നേരത്തെ പറഞ്ഞ നമ്മൾ കൂടുതൽ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് സ്വന്തം സെൽഫ് സഫിഷ്യൻസി ആരുണ്ടാക്കിയെടുത്തു? കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് വഴി ഉണ്ടാക്കിയെടുത്തു. കൺസ്യൂമർ കോപ്പറേറ്റീവ് തന്നെ സ്വന്തം നിലക്ക് ഗുഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങി, സപ്ലൈ ചെയ്യാൻ തുടങ്ങി, സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അതേപോലെ അതിൻ്റെ പ്രൊപ്പഗണ്ട നടത്താൻ കഴിഞ്ഞു. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകാൻ കഴിഞ്ഞു. കോപ്പറേറ്റീവ്സിനെ പറ്റിയിട്ടുള്ള ഇതൊക്കെ KFന്റെ നേട്ടങ്ങളാണ്. KF ഇൻഷുറൻസ് എന്നുള്ള രംഗത്ത് ഒരു സ്വന്തമായിട്ട് അണ്ടർടേക്കൺ ചെയ്തിരുന്നില്ല. KFന്റെ ഇൻഷുറൻസ് ബിസിനസ് നടന്ന അതിൻ്റെ ഒരു സബ്സിഡറി സൊസൈറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇൻഷുറൻസ് ബിസിനസ് ചെയ്തിരുന്നത് അതിൻ്റെ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. KF ഒരു എഡ്യൂക്കേറ്ററാണ്. നേരത്തെ പറഞ്ഞാണ് അവർ പബ്ലിഷ് ചെയ്ത് ഒരു പ്രൊപ്പഗണ്ടക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തു. വി എന്ന പേരുള്ള മാഗസിൻ, ഒരു പീരിയോഡിക്കൽ, വീക്കിലി പീരിയോഡിക്കൽ അവരെന്ത് ചെയ്തു? ഇതിനു വേണ്ടി കൺട്രിയിൽ അവരുടെ കോപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രൊപ്പഗണ്ടക്ക് വേണ്ടി അവർ പബ്ലിഷ് ചെയ്തു. അത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ രംഗത്തുള്ള ഒരു നേട്ടമാണ്. അതേപോലെ തന്നെ റിസർച്ച് ഓർഗനൈസേഷൻ കൂടി സ്ഥാപിച്ചു. അതായത് ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടിയിട്ടുള്ള ഒരു ഘട്ടം, ഒരു സംവിധാനം എന്നുള്ള നിലക്ക് റിസർച്ച് ഓർഗനൈസേഷൻ അവിടെ വെച്ച് ഫുഡ് ടെസ്റ്റ് ലാബോറട്ടറി ഉണ്ട്, ടെസ്റ്റ് കിച്ചൺ ഉണ്ട്. ഫുഡ് ടെസ്റ്റ് ലാബോറട്ടറി ഉണ്ട്, ടെസ്റ്റ് കിച്ചൺ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത് എൻ എംപ്ലോയർ ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ജോബ് ടു നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി കൺട്രി. ആ രാജ്യത്ത് വലിയൊരു ജനവിഭാഗത്തിന് തന്നെ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറി എന്നുള്ളതാണ്. KFന്റെ പ്രത്യേകത നമ്മൾ ഒന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഇത് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്. 1899 ഫൗണ്ട് ചെയ്തതാണ്. അഡ്വൈസറി ബോഡി എന്നുള്ളവർക്കും അതുപോലെ തന്നെ മീഡിയം ഓഫ് പബ്ലിസിറ്റി എന്നുള്ളവർക്കും 1904 സപ്ലൈ ഓഫ് ഗുഡ്സ് ആരംഭിച്ചു. നാഷണൽ ലെവലിൽ ഹോൾസെയിൽ സൊസൈറ്റിയായി വളർന്നു. അത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റോക്ക്ഹോമിൽ സ്ഥാപിച്ചു. സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റീജിയണൽ വെയർഹൗസസ് ആരംഭിച്ചു. 50 ഫാക്ടറീസ് അവർ ആരംഭിച്ചു. 22ഓളം റീജിയണൽ വെയർഹൗസസ് ഉണ്ട്. ഇൻഷുറൻസ് ബിസിനസ് വേണ്ടി സബ്സിഡറി കമ്പനീസ് ആരംഭിച്ചു. KF എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റർ ആണ്. വി മാഗസിൻ എന്നുള്ള ഒരു പീരിയോഡിക്കൽ, വി എന്ന പേരുള്ള ഒരു പീരിയോഡിക്കൽ വീക്കിലി ആയി പബ്ലിഷ് ചെയ്തു. അതേപോലെ തന്നെ സ്വന്തം റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ടായി. ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബോറട്ടറിയും ടെസ്റ്റ് കിച്ചൺ എന്നുള്ള രീതിയിൽ. ഇന്നത് വലിയൊരു എംപ്ലോയർ കൂടിയാണ്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സും സ്വീഡിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കാം. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 1870 ആരംഭിച്ച സ്വീഡിഷിലെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ആണ് ആദ്യമായി അവിടെ സ്റ്റാർട്ട് ചെയ്ത കോപ്പറേറ്റീവ്. അതിന് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ആരംഭിച്ചത്. പിന്നീട് അവർ അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ അവരെന്ത് ചെയ്തു? അഗ്രികൾച്ചർ ഇൻപുട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റി, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
ഇത്രയാണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടുള്ളത്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് എന്നുള്ളവർക്ക് അഗ്രികൾച്ചറിസ്റ്റിന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് നീഡ്സ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് ആരംഭിച്ചത്. അങ്ങനെ 1870 ഫസ്റ്റ് കോപ്പറേറ്റീവ് ആരംഭിച്ചു. അത് ഡയറി കോപ്പറേറ്റീവ് ആയിരുന്നു. ദെൻ അഗ്രികൾച്ചർ സൊസൈറ്റി പിന്നീട് ഓർഗനൈസ് ചെയ്തു. സപ്ലൈ അഗ്രികൾച്ചർ ഇൻപുട്സ്, അതായത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ, വിത്ത്, ഫെർട്ടിലൈസേഴ്സ് ഇതൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ദെൻ അതേപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി. ഇതാണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് സ്വീഡനിൽ ആരംഭിച്ചിട്ടുള്ള അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിന്റെ പ്രത്യേകത. എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ നെതർലാൻഡ് നോക്കാം. നെതർലാൻഡിന്റെ പഴയ പേര് ഹോളണ്ട് എന്നുള്ളതാണ്. ഹോളണ്ടാണ് നെതർലാൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് സ്മോൾ കൺട്രി തന്നെയാണ്, ഡെൻമാർക്കിനടുത്തുള്ള ചെറിയൊരു രാജ്യമാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ നെതർലാൻഡ് നോക്കുമ്പോൾ അഗ്രികൾച്ചർ ആണ് അവരുടെ മെയിൻ ഓക്കുപ്പേഷൻ എന്ന് പറയാം. അപ്പൊ അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട കോപ്പറേറ്റീവ്സിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത്. അഗ്രികൾച്ചർ രംഗത്തുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടൊക്കെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അവിടെ ആരംഭിച്ചത്. അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ ഓക്കുപ്പേഷൻ ഓഫ് ദിസ് കൺട്രി. ബട്ട് അഗ്രികൾച്ചർ ലാൻഡ് അവിടെ എന്തായിരുന്നു, ലിമിറ്റഡ് ആയിരുന്നു. ആ ലാൻഡ് ഇല്ലാതെ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അഗ്രികൾച്ചർ ലാൻഡിന്റെ ഷോർട്ടേജസ്, അതിന്റെ പരിമിതിയിൽ എങ്ങനെ അഗ്രികൾച്ചർ കൃഷി ചെയ്യും എന്നുള്ളതാണ് അവിടെ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അതുകൊണ്ട് തന്നെ വളരെ ഡിഫിക്കൽട്ടായി. അതേപോലെ തന്നെ അവിടെ ഭൂമിശാസ്ത്രപരമായിട്ടും അവരുടെ ചില പ്രത്യേകതകൾ നാച്ചുറൽ കലാമിറ്റീസ് അവരെ എന്ത് ചെയ്തു, ബാധിച്ചു. കൺട്രി സിറ്റുവേറ്റഡ് ഇൻ ബിലോ സീ ലെവൽ, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ്, ഇതൊക്കെ കൊണ്ട് അവരെന്ത് ചെയ്തു, ഡിഫിക്കൽട്ടി, അഗ്രികൾച്ചറൽ ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പ്രയാസം നേരിട്ടു. ഇതൊക്കെ അഗ്രികൾച്ചർ രംഗത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയെ സൃഷ്ടിച്ചു. അപ്പൊ ഈ കർഷകരെ, ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ ആദ്യമായി 1930 ക്രെഡിറ്റ് സൊസൈറ്റീസ് അവിടെ ഫോം ചെയ്തു. അവരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്ത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് വേണ്ടി എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ് അവിടെ ആദ്യമായിട്ട് നെതർലാൻഡിൽ ആരംഭിച്ചത്. ആ സൊസൈറ്റിയുടെ ലയബിലിറ്റീസിന്റെ പ്രത്യേക ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. അവര് കൂടാതെ അവരെന്ത് സ്റ്റാർട്ട് ചെയ്തു, അൺസ്റ്റേബിൾ നേച്ചർ ഓഫ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. ഈ അൺസ്റ്റേബിൾ നേച്ചർ ഓഫ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ലോണൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആരംഭിക്കുകയും അതിലൂടെ ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. പിൽക്കാലത്ത് അവർ ഫാമിംഗ് കോപ്പറേറ്റീവ്സും ഫോം ചെയ്തു. അത് with the intention of getting benefit of GN agriculture programs. അഗ്രികൾച്ചർ പ്രോഗ്രാംസ്, നമ്മൾ കളക്റ്റീവ് ഫാമിംഗ് റഷ്യയിലൊക്കെ പറഞ്ഞതുപോലെ ഒന്നിച്ചുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഒരു രീതി, ഒന്നിച്ചു കൂട്ടി പൂൾ ചെയ്ത് കൃഷി ചെയ്യുന്ന രീതി, അത്തരത്തിലുള്ള വലിയ കാർഷിക പദ്ധതികൾ നടത്താൻ വേണ്ടി ഫാമിംഗ് കോപ്പറേറ്റീവ്സ് തുടക്കം കുറിച്ചു. ഇത്തരം ഫാമിംഗ് സൊസൈറ്റിയോടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാർഷിക രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. ഫാമേഴ്സ് എന്ത് ചെയ്തു, മാർക്കറ്റിംഗ് സൊസൈറ്റീസും ആരംഭിച്ചു. അതിനുശേഷം എന്തിനു വേണ്ടി, ഫാമേഴ്സ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Marketing societies are also formed to protecting the farmers.
ഫാമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിംഗ് സൊസൈറ്റീസിന്റെ പുറമെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവിടെ ആരംഭിച്ചു. അത് ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് അവർ മാർക്കറ്റിംഗുള്ള പ്രശ്നങ്ങളാണ്, ഫാമിംഗുള്ള പ്രശ്നങ്ങളാണ്, പിന്നെ ക്രെഡിറ്റ് ലഭിക്കാത്ത പ്രശ്നമാണ്. അത് ഫാമേഴ്സ് എന്താണ് ഡിഫിക്കൽട്ട് ടു റൈസ് ഫണ്ട് ഫ്രം ബാങ്ക്സ്, ബാങ്കിങ് അല്ല മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരൊരിക്കലും തന്നെ അഗ്രികൾച്ചർ ലാൻഡിനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരംഭിച്ചു, ഫാമിംഗ് സൊസൈറ്റീസ് ആരംഭിച്ചു, ദെൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആരംഭിച്ചു. പിന്നെ കോപ്പറേറ്റീവ് രംഗത്തിലൂടെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ അവരെന്ത് ചെയ്തു? കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ്സ് ലോ ഒരിക്കലും തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നില്ല. ഗവൺമെന്റ് ഒരിക്കലും തന്നെ കോപ്പറേഷനിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ നെതർലാൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് വളർച്ച വളരെ സ്ലോ ആയിരുന്നു എന്ന് പറയാം. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അവർക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ വളർച്ച എന്ന് പറയുന്ന കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വളർച്ച വളരെ ചെറിയ രീതിയിലായിരുന്നു എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് നെതർലാൻഡിലെ അല്ലെങ്കിൽ ഹോളണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രത്യേകത? അഗ്രികൾച്ചർ ആയിരുന്നു അതിന് മെയിൻ ഒക്കുപ്പേഷൻ. അഗ്രികൾച്ചർ ലാൻഡിന്റെ ലിമിറ്റഡ് പരിമിതമായിട്ടുള്ള ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആ ഭൂമിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത് തന്നെ അവിടെ പ്രയാസങ്ങളായിരുന്നു. അഗ്രികൾച്ചർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്തു. ദെൻ അവർ ഫാമിംഗ് കോപ്പറേറ്റീവ്സ് തുടക്കമിട്ടു, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് തുടക്കമിട്ടു, ദെൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് തുടക്കമിട്ടു. പക്ഷെ കോപ്പറേറ്റീവ് ലോ എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്, ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇല്ലായ്മ, ഇതൊക്കെ കൊണ്ട് അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിനെത്രത്തോളം വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല.